അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ നമ്മൾ ഒരു ചാപ്റ്റർ മുഴുവനും പഠിച്ച് മനസ്സിലാക്കുകയായിരുന്നു അല്ലേ? തഅലീമു ഹുറുമാത്തിൽ മുസ്ലിമീൻ. ആ ചാപ്റ്ററിലെ എല്ലാ ഹദീസുകളും നമ്മൾ വായിച്ചു, പഠിച്ചു, മനസ്സിലാക്കി. അൽഹംദുലില്ലാ, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ അത്തർബിയ അൽ ഇസ്ലാമിയ എന്ന ഈ ഒരു സബ്ജക്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഭാഷ, അറബി ഭാഷ, പ്രയോഗങ്ങൾ, അർത്ഥങ്ങൾ, അതിലെ സാഹിത്യം, പ്രത്യേകിച്ച് ഹദീസുകൾ, ജീവിതത്തിൽ പുലർത്താൻ ആവശ്യമായ സന്ദേശങ്ങൾ, എല്ലാ അർത്ഥത്തിലും അദബ് എന്ന് പറയുന്ന ജീവിതത്തിൽ പുലർത്തേണ്ട തഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമിഹി എന്നാണല്ലോ നമ്മുടെ കിതാബിൻ്റെ പേര്. അദബ് 2 അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് മര്യാദ, നല്ല സ്വഭാവം എന്നുള്ള അർത്ഥത്തിലും, മറ്റൊന്ന് സാഹിത്യം എന്ന അർത്ഥത്തിലും. അപ്പോൾ 2 ലക്ഷ്യങ്ങൾ നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് അറബി ഭാഷ, അതിൻ്റെ മനോഹാരിത ചോർന്നു പോകാതെ പഠിക്കുക. മറ്റൊന്ന് ഈ വിഷയത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയങ്ങളിലെ സന്ദേശങ്ങൾ പകർത്തുക, ജീവിതത്തിൽ അത് കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. ആ ഒരു അർത്ഥത്തിൽ ഈ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങളുടെ പഠനത്തിൽ മുമ്പിലുണ്ടാകണം. അത് മുന്നിൽ കണ്ട് നിങ്ങൾ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഈ പാഠം അവസാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ചില എക്സസൈസുകളിലേക്ക് നമുക്ക് ഇനി പോകാം. അൽ അൻഷിതത്തു ദിറാസിയ്യ, ഈ പാഠവുമായി ബന്ധപ്പെട്ട ചില ആക്ടിവിറ്റീസ്, ചില എക്സസൈസുകളിലേക്ക് നമുക്ക് ഇനി പെട്ടെന്ന് കടന്നു ചെന്നാൽ നമുക്ക് ഈ പാഠം അങ്ങ് ഫിനിഷ് ചെയ്യാം. ഓക്കെ, ആദ്യമായി നിങ്ങളുടെ കിതാബിൽ കാണുന്ന ഒരു കോളത്തിൽ ജംഉകളും മുഫ്രദാത്തുകളും ഒക്കെ എഴുതാനാണ്. ഉക്തുബ് ജംഅൽ മുഫ്രദി വ മുഫ്രദൽ ജംഇ. മുഫ്രദായിട്ടുള്ള ഒരുപാട് പദങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ജംഅ നിങ്ങൾ കണ്ടെത്തി എഴുതണം. ജംഅ ആയിട്ടുള്ള ഒരുപാട് പദങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ മുഫ്രദുകളും നിങ്ങൾ കണ്ടെത്തണം. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം അത് കൃത്യമായി വിവരിച്ച് നൽകിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നോക്കൂ, ആദ്യത്തെ വാക്ക് സൗബൻ. അത് മുഫ്രദാണോ ജംആണോ? പറയൂ. മുഫ്രദാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ജംഅ സിയാബുൻ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കിതാബിൽ തന്നെ അതുണ്ട്, സിയാബുൻ ജംഅ. ഇനി അടുത്ത് നോക്കൂ, ജീറാനുൻ. അതേതാണ്? മുഫ്രദാണോ ജംആണോ? പറയൂ, ഒന്നാലോചിച്ച് പറയൂ. മുഫ്രദാണോ? ആണോ? ജംആണല്ലേ? ജംആണ്. അപ്പോൾ അതിൻ്റെ മുഫ്രദ് നിങ്ങൾക്കറിയാം, ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കണ്ടെത്തി എഴുതുക അതിൻ്റെ നേരെ അല്ലേ? എല്ലാം ഞാൻ പറഞ്ഞത് ശരിയാവില്ല, ബാക്കിയൊക്കെ നിങ്ങളൊന്ന് കണ്ടെത്തി എഴുതണം. ദീനാറുൻ. ദീനാർ മുഫ്രദാണോ ജംആണോ? മുഫ്രദാണ് അല്ലേ? ഓക്കെ, അതിൻ്റെ ജംഅ നിങ്ങൾ കണ്ടെത്തുക. അജ്സാദുൻ. അത് മുഫ്രദാണോ ജംആണോ? നിങ്ങൾ പറ, നിങ്ങൾ കണ്ടെത്ത്, നിങ്ങൾ എഴുത്. ജംആണെങ്കിൽ അതിൻ്റെ മുഫ്രദ് എഴുതുക, മുഫ്രദാണെങ്കിൽ അതിൻ്റെ ജംഅ എഴുതുക. ഇനി അടുത്തത് നോക്കൂ, ജന്നത്തുൻ. ജന്നത്തുൻ മുഫ്രദാണ് അല്ലേ? ദിമാഉൻ മുഫ്രദാണ് അല്ലേ? ആണോ? അല്ല, ദിമാഉൻ ജംആണ്. ദമുൻ എന്നതാണ് അതിൻ്റെ മുഫ്രദ്. ബിലാദുൻ ജംആണ് അല്ലേ? ആണോ? ജംആണ് എന്നവരൊക്കെ ഒന്ന് കൈപൊക്കിയേ. മുഫ്രദാണ് എന്നവർ കൈപൊക്കിയേ. ഏതാണിപ്പോൾ? ബിലാദുൻ ജംആണ് അല്ലേ? ഓക്കെ. ഹുഖൂഖുൻ ജംആണോ മുഫ്രദാണോ? ജംആണ് അല്ലേ? ഉമ്മുൻ. 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 ഉമ്മിൻ്റെ ഉമ്മ മുഫ്രദാണ്. ഉമ്മഹാത്തുൻ ജംആണ് കേട്ടാ. പിന്നെ ഖുലുബൻ. ഖുലുബൻ
മുഫ്രദാണോ ജമ്മാണോ? പറ. മുഫ്രദോ? ജമ്മാണല്ലേ? ഓക്കെ. മങ്കിബുൻ മുഫ്രദാണോ ജമ്മാണോ? മുഫ്രദ്. റഹീമുൻ നിങ്ങളിനി കണ്ടെത്ത്. ദിയാറുൻ, ഉളുവുൻ, ഔസാനുൻ, അറാളുൻ, ഇതൊക്കെ മുഫ്രദോ ജമ്മോ ആണ്. ഞാനിനി പറയുന്നില്ല, ഇനി നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്ത്. വസായ വസീയത്തിൻ്റെ ജമ്മാണ് വസായ. വസീയത്താണ് ഇതിൻ്റെ മുഫ്രദ്. അബ്ദുൻ അബ്ദ്, ഇബാദ് എന്നാണ് ജമ്മ. ചിലതൊക്കെ ഞാൻ പറഞ്ഞു തരാണ്, ചിലതൊക്കെ നിങ്ങൾ തന്നെ കണ്ടെത്തണം. ദനാനീറുൻ, മാലുൻ, ഷഹ്റുൻ, റിഖാബുൻ, ലൈലത്തുൻ, അഖാരിബുൻ. വളരെ വ്യക്തമാണ് അല്ലേ? ഉമമുൻ, ഉമമുൻ എന്നത് ജമ്മാണോ മുഫ്രദാണോ? ആരാ പറയാ? ഉമമുൻ ജമ്മാണോ? കുറേ ആൾക്കാർ മുഫ്രദാന്ന് പറയുന്നു, കുറേ ആൾക്കാർ ജമ്മാണെന്ന് പറയുന്നു. ഉമമുൻ ജമ്മാണ് അല്ലേ? ഉമ്മത്തിൻ്റെ ജമ്മാണ് ഉമമുൻ, ഉമ്മത്ത്. അഹുൻ മുഫ്രദാണ് അല്ലേ? ബവാഇഖുൻ, ബുയൂത്തുൻ അല്ലേ? അപ്പോൾ ജമ്മുകളും മുഫ്രദുകളൊക്കെ നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഇനി അടുത്തത് ഇഖ്തർ മിനൽ അമൂദി മാ യതനാസബു ഫിൽ മഅനാ വവഫിഖ് ബൈനഹുമാ. 2 കോളമുണ്ട്. ആ 2 കോളത്തിൽ നിന്നും ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഒരു കോളം, ഇനി തൊട്ട് ഉടനെ വരുന്ന മറ്റൊരു കോളവും കൂടി ഉണ്ടാകും. അതിൽ ഒരുപാട് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലെ ചില പദങ്ങൾ മറ്റതിനോട് അർത്ഥത്തിൽ സാമ്യതയുണ്ട്. ആ സാമ്യമായ പദങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരുമിച്ച് കൂട്ടി പൂരിപ്പിക്കുക. ചേരുംപടി ചേർക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. ഷിഖുൻ, ഷിഖുൻ. ഞാൻ ഒരു ബോക്സിലെ അർത്ഥങ്ങൾ പറഞ്ഞുതരാം. ഷിഖുൻ, ഷിഖുൻ, ഷിഖുൻ എന്ന് പറഞ്ഞാൽ ഭാഗം എന്ന് പറയാം അല്ലേ? ലഹീറുൻ, ലഹീറുൻ എന്ന് പറഞ്ഞാൽ സഹായി. ബായിഖത്തുൻ, ബായിഖത്ത് എന്ന് പറഞ്ഞാൽ തിന്മ എന്നൊക്കെ പറയാം. സഖബുൻ, സഖബ് പറഞ്ഞാൽ അടുത്തത് എന്നർത്ഥം. യൗമുൻ നഹർ, പെരുന്നാൾ ദിവസം. ജസദുൻ, ശരീരം. ഇത്രയാണ് ആദ്യത്തെ ബോക്സിലുള്ള വാക്കുകൾ. അതിൻ്റെ അർത്ഥവും ഞാൻ പറഞ്ഞു. ഇനി അടുത്ത ബോക്സിലുള്ള വാക്കുകൾ, അതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് ആദ്യം പറഞ്ഞ ബോക്സിലെ വാക്കുകളോട് യോജിക്കുന്ന വാക്കുകൾ അതിൻ്റെ നേരെ എഴുതണം. അതാണ് ചെയ്യേണ്ട ആക്ടിവിറ്റി. ജംബുൻ, നിങ്ങൾ പറ അർത്ഥം. ജംബിനോട് യോജിപ്പുള്ള അർത്ഥമുള്ള മറ്റൊരു വാക്ക് ആദ്യത്തെ ബോക്സിലുണ്ടായിരുന്നു. മുഈനുൻ, അദ്ദാഹിയത്തുൽ ഗായില, ഖുർബുൻ, യൗമു ഈദിൽ അദ്ഹ, അർറഖ, ബദനുൻ, ജിസ്മുൻ. കാര്യങ്ങൾ വ്യക്തമാണ്. അപ്പോൾ അത് നിങ്ങൾ ചേരുംപടി ചേർത്ത് കൃത്യമാക്കി ഒരേ അർത്ഥം വരുന്ന 2 വാക്കുകൾ ഒരുമിച്ച് എഴുതുക. ഇനി അടുത്തത് നോക്കൂ. അൽ അഫ്ആലു വഹുറൂഫുൻ വഹുറൂഫു തഅദിയതിഹ. ചില ഫിഅലുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചില ഹർഫുകൾ കൂടി ഉപയോഗിക്കാറുണ്ട്. തഅദിയത്തിന് വേണ്ടിയിട്ട്, മറ്റൊരു വാക്കിലേക്ക് വിട്ടുകടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില ഹർഫുകൾ. അത് ചില ഫിഅലുകളുടെ കൂടെ ഉപയോഗിക്കുമ്പോഴായിരിക്കും അതിന് ആ ഒരു ആശയം കിട്ടുക. തഅദിയത്തിൻ്റെ ഹർഫുകൾ എന്ന് പറയും. ലാം, ഇല, ബാ, മിൻ തുടങ്ങിയിട്ടുള്ള ഹർഫുകൾ തഅദിയത്തിൻ്റെ ഹർഫുകളാണ്. അതിൽ ഇവിടെ ചില ഫിഅലുകൾ തന്നിട്ടുണ്ട്, തഅദിയത്തിൻ്റെ ഹർഫുകളും തന്നിട്ടുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കണം എന്നതിൻ്റെ ഒരു സാമ്പിളും തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ സമാനമായ മറ്റൊന്നും ഉണ്ടാക്കണം. അതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി. ഇപ്പോൾ ഇസ്തഗ്ഫറ ലി എന്നതാണ് ആദ്യത്തെ ഫിഅലും ഹർഫും, തഅദിയത്തിൻ്റെ ഹർഫും. അത് നമുക്കൊരു ഉദാഹരണത്തിൽ ഉപയോഗിക്കാം.
അസ്തഗ്ഫിറുല്ലാഹ ലിൽ വാലിദൈൻ, ഞാൻ മാതാപിതാക്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. ഇസ്തഗ്ഫറ ലി എന്ന ഉപയോഗിക്കാം. അപ്പോൾ ഉദാഹരണം നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റൊരു ഉദാഹരണം ഇതേ ഹർഫും ഇതേ ഫിഅലും ഉപയോഗിച്ച് നിങ്ങൾ തയ്യാറാക്കണം. റെഡിയല്ലേ? ഇനി അടുത്ത് നോക്ക്. അഹ്സന ഇല അല്ലെങ്കിൽ അഹ്സന ബി രണ്ടും ഉപയോഗിക്കാം. അഹ്സന നല്ല പോലെ പ്രവർത്തിക്കുക എന്നൊക്കെ അർത്ഥം. ഖദ് അഹ്സന ബി ഇത് അഖ്റജനി മിനസ്സിജ്നി എന്നാണ്. ഇനി ഇതുപോലെ സമാനമായ മറ്റൊരു പദം ജുംല നിങ്ങൾ ഉണ്ടാക്കണം. അഹ്ദാ ഇല, അഹ്ദാ ഇല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സമ്മാനിക്കുക എന്നർത്ഥം. ഇപ്പോൾ അഹ്ദൈതു ഇലാ മുഅല്ലിമീ ഹദിയത്തൻ, ഞാൻ എൻ്റെ മുഅല്ലിമിനൊരു ഹദിയ സമ്മാനിച്ചു എന്ന് പറയാം. വേറൊരു ഉദാഹരണം ഇതുപോലെ സമാനമായത് നിങ്ങൾ ഉണ്ടാക്കണം. വസ്സാ ഇല തിൽമീദിഹിൽ ഹാഫിളി അലൽ അദബി, ഹാഫിളായ തൻ്റെ വിദ്യാർത്ഥിയോട് അദബ് പുലർത്തണമെന്ന് വസിയത്ത് ചെയ്തു എന്നാണ്. ഇതുപോലെ മറ്റും നിങ്ങൾ ഉണ്ടാക്കണം. ഇഷ്തകാമിൻ, ഇഷ്തകാമിൻ, ഇഷ്തകൽ ബായിഉ മിനൽ മുഷ്തരി ഇൻദൽ ഖാലി, കച്ചവടം ചെയ്ത ആൾ വാങ്ങിയ ആളോടുള്ള പരാതി ഖാലിയുടെ അടുത്ത് വെച്ച് പറഞ്ഞു എന്നതാണ്. അപ്പോൾ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി. ഇതുപോലെ സമാനമായ മറ്റൊരു ഉദാഹരണം നിങ്ങൾ ഉണ്ടാക്കണം. അത് നിങ്ങളുടെ അധ്യാപകന്മാർക്ക് കാണിച്ചു കൊടുക്കണം. ഇനി അടുത്തത് ഇസ്തഅമിൽ ഫിൽ ജുമൽ, ജുംലയിൽ പ്രയോഗിക്കാനാണ്. കാന ഫി ഹാജത്തിഹി, നിങ്ങൾക്കറിയാം കാന ഫി ഹാജത്തിഹി ആവശ്യത്തിലാവുക എന്നർത്ഥം. ആവശ്യത്തിലായി, അവൻ ആവശ്യത്തിലായി. അതിനിടയിൽ നമുക്ക് ഒരു ജുംലയിൽ ഈ പറഞ്ഞ പ്രയോഗത്തെ ഉപയോഗിച്ച് എഴുതണം. ഫറജ ഖുറബഹു പ്രയാസങ്ങളെ നീക്കി എന്നർത്ഥം. ഇയാക്കും വ ഡാഷ്, ഇയാക്കും വ ലന്ന എന്ന് കിതാബിൽ വന്നിട്ടുണ്ട്. ലന്നുകളെ നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അതിന് സമാനമായി മറ്റൊന്ന് നിങ്ങൾ വെച്ചു കൊടുത്താൽ മതി. ഉദാഹരണം ഞാൻ പറയില്ല, ഇയാക്കും വൽ കദിബ, കളവ് നിങ്ങൾ പറയരുത്, സൂക്ഷിക്കണം. ഇനി അത് പറയണ്ട, നിങ്ങൾ അതാരും എഴുതണ്ട, വേറെ എന്തെങ്കിലും ഇതുപോലെ നിങ്ങൾ എഴുതുക. ഓക്കെ. പിന്നെ മിൻ ജാനിബി, മിൻ ജാനിബി പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് എന്നർത്ഥം. പിന്നെ അംഫദൽ അഹ്ദ കരാറ് പാലിക്കുക, നടപ്പിലാക്കുക. അംഫദ പറഞ്ഞാൽ നടപ്പിലാക്കി. റജൽ ബിർറ വദ്ദുഖ്റ, നിങ്ങൾക്കറിയാം അല്ലേ, ബിറിനെയും ദുഖറിനെയും പ്രതീക്ഷിച്ചു എന്നർത്ഥം. പ്രതിഫലത്തെ, ഗുണത്തെ ഒക്കെ പ്രതീക്ഷിച്ചു. ദുഖർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശേഷിപ്പ് മുതൽ എന്നൊക്കെ പറയാം. ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. ഇനി അടുത്തത് നോക്കൂ. അജിബ് ഉത്തരം എഴുതാനാണ്. മൻ ഹുവൽ മുസ്ലിം, ആരാണ് മുസ്ലിം? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന ഡാഷ് ഡാഷ് നിങ്ങൾ പൂരിപ്പിക്കുക, ഉത്തരം എഴുതിയേക്കുക. പിന്നെ ബിമ ഉർസിലൻ നബിയു പ്രവാചകൻ എന്തുകൊണ്ടാണ് അയക്കപ്പെട്ടിട്ടുള്ളത്? ഉത്തരമറിയാം. ഇനി ബയ്യിനി സിയാഖ് സന്ദർഭം വ്യക്തമാക്കാനാണ്. ആര് ആരോട് എപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ് സന്ദർഭം വ്യക്തമാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽ ജാറു അഹഖു ബിസഖബിഹി, നിങ്ങൾക്കറിയാം ഒരു ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അൽ ജാറു അഹഖു ബിസഖബിഹി. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സസൈസാണ് ഫഹ്മുൻ നഹ്വ്, നഹ്വ് മനസ്സിലാക്കലാണ്. നിങ്ങളിപ്പോൾ നഹ്വ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, നഹ്വുൽ വാദിഹ്, നഹ്വ് അതിലെ ആദ്യത്തെ പാഠങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഖണ്ഡിക തന്നിട്ടുണ്ട്, അത് വായിക്കാം. നിങ്ങൾ പഠിച്ച ഹദീസാണ്. ഹദീസ് ഞാനിപ്പോൾ ഇവിടെ വായിക്കേണ്ട ആവശ്യമുണ്ടോ? കാന അബൂ തൽഹ റളിയല്ലാഹു അൻഹു അക്സറൽ അൻസാരി ബിൽ മദീനത്തി മാലൻ മിൻ നഖ്ലിൻ വകാന അഹബ്ബു മാലിഹി ഇലൈഹി ബൈറുഹാ വകാനത് മുസ്തഖ്ബിലത്തൽ മസ്ജിദ് തുടങ്ങിയിട്ടുള്ള അവസാനം വരെയുള്ള ആ ഹദീസ്, മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ്, അത് വായിക്കാം. ആ ഹദീസിലെ അസ്മാഉകൾ, ഇസ്മുകൾ മുഴുവനും രേഖപ്പെടുത്താം. ഉദാഹരണം പറയുകയാണെങ്കിൽ നഖ്ല് എന്നുള്ളതൊരു ഇസ്മാണ്, മാല് എന്നുള്ളത് മറ്റൊരു ഇസ്മാണ്. ഇതുപോലെ ഒരുപാട് ഇസ്മുകൾ ഈ ഹദീസിലുണ്ട്, അതൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തണം. പിന്നെ അതിലെ അഫാലുകൾ രേഖപ്പെടുത്തണം, ഫിഅലുകൾ രേഖപ്പെടുത്തണം. ഇപ്പോൾ കാനത്ത് എന്നുള്ളത്, കാന എന്നതൊരു ഫിഅലാണ്, കാന.
നസലത്ത് അതൊരു ഫിഅലാണ്. ഫിഅലുകൾ തന്നെ മൂന്നെണ്ണം ഉണ്ടല്ലോ. ഫിഅലു മാലി, ഫിഅലു മുളാരി, ഫിഅലു അംർ ഫിഅൽ. ഇത് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് 3 കോളത്തിൽ ഫിഅലിൻ്റെ താഴെ രേഖപ്പെടുത്തണം. പിന്നെ ഹർഫുകളും ഹുറൂഫ് അതും നിങ്ങൾ രേഖപ്പെടുത്തണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാട് ഹുറൂഫുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഇഷ്ടംപോലെ ധാരാളം ഹുറൂഫുകൾ വന്നിട്ടുണ്ട്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഉദാഹരണം പറഞ്ഞാൽ ഫീ ഒരു ഹർഫാണ്. അങ്ങനെ ധാരാളം ഹർഫുകൾ ഈ ഖണ്ഡികയിലുണ്ട്. അപ്പോൾ ഇസ്മുകൾ, ഫിഅലുകൾ, അത് തന്നെ മാലി, മുളാരി, അംർ, പിന്നെ ഹർഫുകൾ, ഇത് മൂന്നും ഒരു കള്ളികളിലാക്കി വൃത്തിയാക്കി എഴുതി ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് മുഴുവനും അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ ടീച്ചേഴ്സിനെ നിങ്ങൾ എഴുതി കാണിച്ച് കൃത്യമായി നോട്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കണം. ഇൻഷാ അല്ലാഹ് ഈ പാഠം ഇതോടുകൂടിയിട്ട് ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. അള്ളാഹു പഠിക്കാനും ഉൾക്കൊള്ളാനും പകർത്താനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ അറബി ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക സംസ്കാരം അത്തർബിയത്തുൽ ഇസ്ലാമിയ, നിങ്ങളിപ്പോൾ പഴയ ആളല്ല. നിങ്ങൾ ഒരുപാട് ഹദീസുകൾ പഠിച്ചു, ഒരുപാട് ആശയങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെറുതെ പഠിച്ചു വായിച്ചു പോകുന്ന ഒരു അധര വ്യായാമം നടത്തുന്ന ഏർപ്പാടാക്കി മാറ്റരുതേ, ജീവിതത്തിൽ പകർത്തുക. ഇനി ഒരിക്കലും ഞാൻ ഒരു മുസ്ലിമിൻ്റെ അഭിമാനം അതിനെ അപഹരിക്കുകയില്ല, അവൻ്റെ സമ്പത്ത് അവനെ ചീത്ത വിളിക്കുകയില്ല, അവൻ്റെ ധനം, അവൻ്റെ ശരീരം, ഇതൊന്നും ഞാൻ അനാവശ്യമായി അപഹരിക്കുകയില്ല. അത് ഞാൻ മാനിക്കും. മുസ്ലിമീങ്ങളുടെ ഹുർമാത്തുകൾ ഞാൻ മാനിച്ചിരിക്കും എന്ന് ശപഥം ചെയ്യുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.